ഉള്ളിൽ സന്തോഷമില്ലാത്ത ഒരാളിന് നമ്മൾ എന്തെല്ലാം കൊടുത്താലും അയാൾക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. അയാൾക്ക് ചിരിച്ചു കാണിക്കാൻ സാധിക്കും, പക്ഷെ അയാൾക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. ഒരു വ്യക്തിയുടെ സന്തോഷത്തെ ജോലി എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഒരു വ്യക്തിയുടെ സന്തോഷത്തെ ജോലി എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം, അതിനേക്കാൾ നല്ലത് സന്തോഷം എന്നത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് ആദ്യമേ റിയലൈസ് ചെയ്യുക. ചില ജോലിയിൽ നിന്ന് നമുക്ക് കൂടുതൽ സന്തോഷം കിട്ടും, പക്ഷെ നമുക്ക് സന്തോഷം അനുഭവപ്പെടുന്നത് നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉള്ളത് കൊണ്ടാണ് നമുക്ക് സന്തോഷം അനുഭവപ്പെടുന്നത്. ജോലിയിലെ പ്രശ്നങ്ങൾ നമ്മുടെ സന്തോഷത്തെ ദോഷകരമായി ബാധിക്കാം. അത് ബാധിച്ചാലും നമ്മുടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നുയർന്ന സന്തോഷമാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ അത് കെടുത്തിക്കളയില്ല. പിന്നെ ജോലിയിൽ നിന്നുണ്ടായ ആ ബുദ്ധിമുട്ടിനെ ഒരു പക്വതയോടെ റെസ്പോണ്ട് ചെയ്യുകയും അതിനാവശ്യമായ പ്രതിവിധികൾ ചെയ്യുകയും അതിനാവശ്യമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്താൽ ആ ബുദ്ധിമുട്ടിനെ ഒഴിവാക്കാൻ സാധിക്കും. ആ ബോധ്യമില്ലാത്ത ആളിനാണ് ജോലിയിലെ പ്രശ്നങ്ങൾ അയാളുടെ സന്തോഷത്തെ കെടുത്തിക്കളയുന്നത്. നമ്മുടെ സന്തോഷം വരുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടന്നു വന്നതുകൊണ്ടും ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത് കൊണ്ടായിരിക്കരുത് നമ്മുടെ സന്തോഷം. ചുറ്റുമുള്ളവരെല്ലാം നമ്മളെ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്, പക്ഷെ അതായിരിക്കരുത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടം. നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടം നമ്മുടെ ഉള്ളിലായിരിക്കണം. എനിക്ക് എന്നെക്കുറിച്ച് തൃപ്തിയുണ്ട്, ഞാൻ എന്നെ അഭിനന്ദിക്കുന്നുണ്ട്, എൻ്റെ പ്രവൃത്തികൾ ന്യായവും നീതിയുക്തവുമാണ്, ഈ ബോധ്യം, എൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് എൻ്റെ ഉള്ളിൽ സന്തോഷം സൃഷ്ടിക്കുന്നത്. ഉള്ളിൽ സന്തോഷമില്ലാത്ത ഒരാളിന് നമ്മൾ എന്തെല്ലാം കൊടുത്താലും അയാൾക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. അയാൾക്ക് ചിരിച്ചു കാണിക്കാൻ സാധിക്കും, പക്ഷെ അയാൾക്ക് സന്തോഷിക്കാൻ സാധിക്കില്ല. അയാൾക്ക് സന്തോഷിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ അയാൾക്ക് ഇൻറ്റഗ്രിറ്റി, സ്വഭാവ ദൃഢതയുണ്ടാകണം. ഞാൻ നീതിപൂർവവും ന്യായമായ മാർഗത്തിലും പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് അയാൾക്ക് ബോധ്യമുണ്ടാകണം. പിന്നെ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ജീവിക്കാൻ അവസരം തന്നതിന് ഈ പ്രപഞ്ചത്തിനോട്, പ്രപഞ്ച സംവിധായകനോട് നന്ദിയുള്ള ആളായിരിക്കണം. ഇങ്ങനെയുള്ള ഒരാളിന് മാത്രമേ ഉള്ളിൽ സന്തോഷം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പൊ ജോലിയിലെ പ്രശ്നങ്ങൾ സന്തോഷത്തെ ബാധിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.